ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ത്രെഡൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കാർഡ്ബോർഡ് റോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആയിട്ടാണ്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ത്രെഡ് കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡ് റോൾ പോലും വെറുതെ കളയാറില്ല കേട്ടോ. എല്ലാം ഇവിടെ ഒരു ചെറിയ ബോക്സിലാക്കി വെക്കാറാണ്. അങ്ങനെ എല്ലാം കൂടി നോക്കിയപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ കാണിച്ചു തരാം. പിന്നെ ഇതിനായിട്ട് 2 കേക്ക് ബോർഡ് വേണം കേട്ടോ, ഒരേ വലിപ്പത്തിലുള്ളത്. ഞാനിവിടെ 1/2 കിലോൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബോർഡ് ഇല്ലയെന്ന് കരുതി ഒരു കുഴപ്പമില്ല, കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. 2 എണ്ണം ഒരേ വലിപ്പത്തിലുള്ളതാവണമെന്ന് മാത്രം. ഇനി ഈ ഒരു കേക്ക് ബോർഡിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഞാനിവിടെ വൈറ്റ് ഗ്ലൂ കൊടുക്കുന്നുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് തന്നെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഓരോ കാർഡ്ബോർഡ് റോളുകളും ഇതുപോലെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അടുത്തടുത്തായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ കാർഡ്ബോർഡാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിലും അതല്ല കേക്ക് ബോർഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. വലിയത് വേണമെന്നുള്ളവർക്ക് വലിയ ബോർഡ് എടുക്കാം, ചെറുത് വേണമെന്നുള്ളവർക്ക് ചെറുതെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ ബോർഡ് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഈ ഒരു കാർഡ്ബോർഡ് റോൾ കൂടുതൽ വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു റൗണ്ട് മുഴുവനായിട്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം വെച്ചിട്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടോ. ചെറിയൊരു ഗ്യാപ്പ് വന്ന് ഒരെണ്ണം ഇവിടെ കൊള്ളൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തേതെല്ലാം ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് നീക്കി അടുപ്പിച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു റോളും കൂടെ നമുക്ക് അവിടെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പറ്റി, നല്ല കറക്റ്റായിട്ട് കിട്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ ഒരു ദിവസം മുഴുവനായിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കട്ടിയിൽ ഗ്ലൂ കൊടുത്തതാണല്ലോ. നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം, പക്ഷേ ബ്ലാക്ക് കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഒറ്റ കോട്ട് കൊടുത്താൽ മതി. അല്ലാത്ത ലൈറ്റ് കളറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് റോളിൽ കാണുന്നുണ്ടല്ലോ ഈ ലെറ്റേഴ്സും പിന്നെ അതുപോലെ ആ ഒരു റെഡ് കളറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കവർ ചെയ്ത് വരാനായിട്ട് 2-3 കോട്ടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡാർക്ക് കളർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ കേക്ക് ബോർഡിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഓരോ റോളും ഓരോ കളർ കൊടുത്തിട്ട് അങ്ങനെ ഭയങ്കര കളർഫുൾ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ ഞാനിതിൻ്റെ പുറംഭാഗം മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉൾഭാഗം പെയിൻറ്റ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾഭാഗം പെയിൻറ്റ് ചെയ്യാം. ഉൾഭാഗം കൂടി പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഇത് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത ശേഷം വെറുതെ ഒന്ന് നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറ്റ് എത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ അടിഭാഗവും മുകൾ ഭാഗവും കൊടുക്കണം എന്നില്ല കേട്ടോ. ഇനി ഞാനിവിടെ അടുത്ത കേക്ക് ബോർഡ് എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 2 സൈഡും കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു കേക്ക് ബോർഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാനിത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒട്ടിച്ച് കൊടുത്താലും മതി, എന്നിട്ട് ഒരുമിച്ച് എല്ലാം കൂടെ പെയിൻറ്റ് ചെയ്താലും മതി. അതായത് ഈ ഒരു ബോട്ടിലിൻ്റെ ഗ്യാപ്പും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗോൾഡൻ കളർ ലേസ് ഇതിൻ്റെ താഴ്ഭാഗത്തും ഇതിൻ്റെ ഈ ഒരു അടപ്പിലും വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു ലേസ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കി കൊടുക്കാം. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇയർബഡ്സൊക്കെ വെച്ചിട്ട് ഓരോ ഡോട്ട്സൊക്കെ ഇടയിലൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകളും റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ഷോർട്സ് ആയിട്ടും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സ് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നല്ലൊരു സ്റ്റോറേജ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കബോർഡിനകത്ത് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഓർഗനൈസറാണിത്. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് റൂമിൽ നമുക്ക് ത്രെഡുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റിയ നല്ലൊരു സ്റ്റോറേജ് ബോക്സാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.